രാജ്യത്തെ തന്നെ നടക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ ചാനൽ വെനം ടിവിക്ക് വിജയ് സർക്കാർ തമിഴ്നാട്ടിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പ്രിയങ്കരനായ മുതിർന്ന നേതാവ് സുമേഷ് അണ്ടിമുക്ക് നമ്മളുടെ കൂടെ ചേരുന്നുണ്ട്. സർ, സുമേഷ് സാർ കേൾക്കുന്നുണ്ടോ? മിസ്റ്റർ കമ്പിയാർ കേൾക്കാവോ? സാർ കേൾക്കുന്നുണ്ട്. സാർ, നിങ്ങൾ ഈ വാർത്ത അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പൊ ഈ ഒരു വാർത്ത ഞാൻ അറിഞ്ഞായിരുന്നു. ഈ വാർത്ത അറിഞ്ഞ നിമിഷം എൻ്റെ കൽബ് പൊട്ടി ഞാൻ കരഞ്ഞു. അപ്പോ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവുന്ന ഒരു ആക്ഷനാണ് നമ്മുടെ വിജയുടെ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. അതായത് രാജ്യസ്നേഹികളുടെ ഒരു ചാനൽ, രാജ്യത്തിന് വേണ്ടി ഒരു ചാനൽ, എങ്ങനെയുള്ള ഒരു ചാനല് എങ്ങനെയാണ് അവർക്ക് അവിടെ വിലക്കാൻ പറ്റുന്നത്? അപ്പോൾ ഇതിന് പിന്നിൽ ശക്തമായ എന്തോ ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. തലപതിയുടെ തലയ്ക്ക് പിന്നിൽ ജിഹാദികളുടെ കണക്ഷൻ ഉണ്ടോ, ജിഹാദികളിൽ നിന്നും പണം വാങ്ങുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. വിജയ്ക്ക് കഞ്ഞി കുടിക്കാനുള്ള പൈസ എവിടുന്ന് കിട്ടുന്നു, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പിൽ ഒരു വീഡിയോ അല്ല, അത് വേറെ കുറച്ച് ഇൻഫർമേഷൻ വന്നായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് വിജയ്ക്ക് തീവ്രവാദ ബന്ധമുണ്ട്, വിജയ്ക്ക് തീവ്രവാദികളുടെ ഫണ്ട് ലഭിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. വിജയ് എങ്ങനെയാണ് എലക്ഷൻ ജയിച്ചത്? നമ്മളൊക്കെ ചെയ്യുന്ന പോലെ നമ്മളല്ല, അതായത് ചിലരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന പോലെ EVM-ൽ എന്തെങ്കിലും കൊനസ്റ്റ് പരിപാടി കാണിച്ചിട്ടാണോ വിജയ് ജയിച്ചത് എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ വിജയ്ക്ക് പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് ഇന്നലെ വാട്സപ്പിൽ കിട്ടിയായിരുന്നു. വിജയ് ഒരു പാകിസ്ഥാനിയാണോ എന്നും എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ വെനം TV ശക്തമായി തന്നെ തിരിച്ചു വരും, ശക്തമായി തന്നെ നിലനിൽക്കും എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. വെനം TV ഇല്ലാതെ രാജ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. നന്ദിയുണ്ട് സുമേഷ് സാർ, ഈ ഒരു വിഷയത്തിൽ ഞങ്ങളുടെ കൂടെ പങ്കുചേർന്നതിന്. അപ്പോൾ എല്ലാവർക്കും ധ്വജപ്രണാമം.